കശ്യപൻ ശരിക്കും വേണ്ടിയിരുന്നത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല തക്ഷക, ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്, അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടേക്ക് വരും, വന്നിട്ട് എങ്ങനെയാണോ വിധി നിശ്ചയിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ ചെയ്യാം എന്നായിരുന്നു കശ്യപൻ എന്ന ബ്രാഹ്മണൻ പറയേണ്ടിയിരുന്നത്. അങ്ങനെയാണോ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. സൂതൻ തുടരുകയാണ്. സൂത ഉവാച, സത്യസന്ധനായ കശ്യപൻ ആ സർപ്പത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് ആലോചിച്ചു. അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എന്താ വേണ്ടത്, പോണോ വേണ്ടയോ? ഷേക്സ്പിയറുടെ പ്രസിദ്ധമായിട്ടുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉദിച്ചിട്ടുണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി, വേണോ വേണ്ടയോ? ഈ തക്ഷകനോട് ധനം വാങ്ങി ഞാൻ ഗൃഹത്തിലേക്ക് പോകുന്ന പക്ഷം ലോഭിയാണെന്നുള്ളത് കൊണ്ട് എനിക്ക് ലോകത്ത് കീർത്തി ഉണ്ടാവില്ല. മഹാരാജാവിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ കീർത്തി ദൃഢമാവും, പല പ്രകാരത്തിൽ ധനവും ലഭിക്കും, ജീവിച്ചതുകൊണ്ടുള്ള പുണ്യവും നേടാം. ഇപ്പം പ്രോസ് ആൻഡ് കോൺസ് പലതും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു പോവുകയാണ്. ഈ തക്ഷകനോട് ധനവും വാങ്ങി ഞാൻ ഗൃഹത്തിലേക്ക് പോകുന്ന പക്ഷം ലോഭിയാണെന്നുള്ളത് കൊണ്ട് എനിക്ക് ലോകത്ത് കീർത്തി ഉണ്ടാവില്ല. വാസ്തവത്തിൽ അവിടെ തക്ഷകനും ഈ കശ്യപനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല അവിടെ. അപ്പോൾ ഇത് ശരിക്കും ഇവരുടെ ഇടയിൽ ഒതുങ്ങി നിൽക്കും. പക്ഷെ അങ്ങനെയല്ലത്. ഇത് നാട്ടുകാർ മുഴുവൻ അറിയും. എവിടെ നടന്നാലും ശരി, എങ്ങനെ നടന്നാലും ശരി, ലോകം അറിയും. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അതേ, ഞാൻ ഈ പണമൊക്കെ വാങ്ങി വീട്ടിലേക്ക് എന്ന ആൾക്കാർ പറയും അത്യാർത്തിയുള്ളവൻ എന്ന് പറയും, ലോകത്തൊരു കീർത്തി ഉണ്ടാവില്ല. നേരെ മറിച്ച് മഹാരാജാവിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ കീർത്തി ദൃഢമാകും, പല പ്രകാരത്തിൽ ധനവും ലഭിക്കും, ജീവിപ്പിച്ചതുകൊണ്ടുള്ള പുണ്യവും നേടാം. ഒരു വെടിക്ക് പല പക്ഷികളാണ്. കീർത്തി ദൃഢമാകും, ധനം ലഭിക്കും, പുണ്യവും നേടാം. യശസ് തീർച്ചയായിട്ടും നിലനിർത്തണം. യശസ്സില്ലാത്ത ധനം എത്ര നിന്ദ്യമാണ്. പണ്ട് രഘു തൻ്റെ സർവസ്വവും കീർത്തി നിലനിർത്താൻ വേണ്ടി ബ്രാഹ്മണന് നൽകിയല്ലോ. ഹരിശ്ചന്ദ്രനും കർണനും കീർത്തിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. വിഷാഗ്നിയിൽ ദഹിക്കുന്ന രാജാവിനെ എങ്ങനെ ഉപേക്ഷിക്കും? പലതരത്തിലുള്ള ചിന്തകളാണ്. എങ്ങനെയാണ് താൻ പണവും വാങ്ങി മടങ്ങിപ്പോവുക? ഹരിശ്ചന്ദ്രനും അപ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്. പണം തീർച്ചയായിട്ടും വേണം, പക്ഷേ അത് യശസ്സില്ലാതെ കിട്ടുന്നതാണെങ്കിൽ അത് നിന്ദ്യമാണ്. എന്നിട്ട് അദ്ദേഹം പലരുടെയും തനിക്ക് മുമ്പേ പ്രവർത്തിച്ചവരുടെ കാര്യപ്രവർത്തികളെ ഓർക്കുകയാണ്. രാജാവ് ജീവനോടിരുന്നാൽ എല്ലാ ജനങ്ങൾക്കും സുഖമുണ്ടാകും, രാജാവില്ലാതിരുന്നാൽ പ്രജാനാശമായിരിക്കും ഫലമെന്ന് തീർച്ചയാണ്. രാജാവിനെയാണ് താൻ രക്ഷിക്കാൻ പോകുന്നത്, ഒരു സാധാരണക്കാരനെയല്ല. രാജാവ് മരിച്ചാൽ പ്രജകൾക്കും നാശം സംഭവിക്കും, അതുകൊണ്ടുണ്ടാവുന്ന പാപം എന്നെയാണ് ബാധിക്കുക. ഇവിടെയെല്ലാം അവരത് പേഴ്സണലൈസ് ചെയ്യുകയാണ്. ഇത് എന്നെയാണ് ബാധിക്കുക, വിധിയാണ്, പരമമായതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ഇവരാരും ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരുന്നിരിക്കില്ല. ഇവർ വിചാരിക്കുകയാണ് അവർ തീരുമാനിച്ച് പ്രവർത്തിക്കുകയാണ് എന്ന്. രാജാവ് മരിച്ചാൽ പ്രജകൾക്ക് നാശം സംഭവിക്കും, അതുകൊണ്ടുണ്ടാവുന്ന പാപം എന്നെയാണ് ബാധിക്കുക. എൻ്റെ ധനലോഭം കൊണ്ട് ലോകത്തിൽ എനിക്ക് അപകീർത്തിയും ഉണ്ടാകും. എന്തൊന്നാഗ്രഹിച്ചാണോ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത് അത് യാത്രാമധ്യത്തിൽ കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ശങ്ക, വേണോ വേണ്ടയോ? പലതരത്തിലുള്ള ചിന്തകളിലൂടെ കടന്നു പോകും. ഇങ്ങനെ ചിന്തിച്ച കശ്യപ ബ്രാഹ്മണൻ ധ്യാനനിരതനായി. രാജാവിൻ്റെ ആയുസ് നശിച്ചിരിക്കുന്നു എന്ന് ബുദ്ധിമാനായ അദ്ദേഹം ധ്യാനത്തിലൂടെ മനസ്സിലാക്കി. രാജാവിൻ്റെ മരണം അടുത്തിരിക്കുന്നെന്ന് ധ്യാനത്തിലൂടെ കശ്യപ ബ്രാഹ്മണൻ അറിഞ്ഞിട്ട് തക്ഷകനിൽ നിന്ന് ധനവും സ്വീകരിച്ചുകൊണ്ട് ഗൃഹത്തിലേക്ക് പോയി. ധ്യാനിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങോട്ടേക്ക് ചെന്നാൽ മതിയായിരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആയുസ് അറ്റവനല്ല എങ്കിൽ ഞാൻ ജീവിപ്പിക്കുമെന്ന്. അപ്പോൾ ആയുസ് അറ്റോ ഇല്ലയോ എന്ന് മന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീരുമാനിക്കാനുണ്ടായിരുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് അദ്ദേഹം കാത്തു നിന്നില്ല, ധ്യാനിച്ച് മനസ്സിലാക്കി അദ്ദേഹം ധനവും വാങ്ങി തിരിച്ചുപോയി. ഇവിടെ ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം പോകണമായിരുന്നു, എന്നിട്ട് തക്ഷകനോട് പറയണമായിരുന്നു
അങ്ങയുടെ വിധിപ്രകാരം പ്രവർത്തിക്കുക, ഞാൻ എൻ്റെ വിധിപ്രകാരം പ്രവർത്തിക്കാം. ധനലോഭം അതിന് അദ്ദേഹത്തെ സമ്മതിച്ചില്ല. അദ്ദേഹം ധ്യാനനിരതനായി. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പ്രാണൻ തീരാറായി, പ്രാണൻ നശിച്ചിരിക്കുന്നു, ആയുസ് നശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം പണവും വാങ്ങിച്ച് തിരിച്ചു പോന്നു. കശ്യപനെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് സർപ്പരാജൻ 7-ാം ദിവസം രാജാവിനെ കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹസ്തിനാപുരത്തിലേക്ക് വേഗം പോയി. നഗരത്തിലെത്തിയപ്പോൾ കേട്ടു, രാജാവ് മണിമന്ത്ര ഔഷധാദികൾ കൊണ്ട് സുരക്ഷിതനായി മാളികയിൽ ശ്രദ്ധാപൂർവം കഴിയുകയാണ് എന്ന്. ശ്രദ്ധാപൂർവം കഴിയുകയാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. അത് വളരെ ശ്രദ്ധാപൂർവമാണ് അദ്ദേഹം കഴിയുന്നത്. ശ്രദ്ധാപൂർവം കഴിയുന്ന ഒരാളെ വിധി നിയോഗിച്ച ഒരാൾക്ക് പോലും കൊല്ലാൻ എളുപ്പമല്ല. അപ്പോൾ മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധ എന്ന ഒരു സൂചന നമുക്കിവിടെ കിട്ടുന്നു. നഗരത്തിൽ സംസ്കൃതത്തിലെ ശുശ്രാവ നഗരസ്യാന്തേ പ്രാസാദസ്ഥം പരീക്ഷിതം മണിമന്ത്ര ഔഷധൈ കാമം രക്ഷ്യമാണമതന്ത്രിതം. വളരെ ശ്രദ്ധിച്ച് നഗരത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം കേട്ടത്. എന്താ കേട്ടത്? മണിമന്ത്ര ഔഷധാദികൾ കൊണ്ട് സുരക്ഷിതനായി മാളികയിൽ ശ്രദ്ധാപൂർവം കഴിയുകയാണ് എന്ന്. അപ്പോൾ ശ്രദ്ധാപൂർവം കഴിയുന്ന ഒരാളെ, മരണത്തെ പ്രതീക്ഷിച്ച് ശ്രദ്ധാപൂർവം കഴിയുന്ന ഒരാളെ മരണത്തിന് അത്ര പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കില്ല. വിപ്രശാപം ഭയന്ന തക്ഷകൻ അപ്പോൾ ചിന്താകുലനായി. രാജഗൃഹത്തിലേക്ക് എങ്ങനെയാണ് കടക്കേണ്ടത് എന്ന് യോഗസ്ഥനായി ആലോചിച്ചു. പോകാതെ തിരിച്ചു വന്നാൽ ആ മുനികുമാരൻ ചിലപ്പോൾ തന്നെ ശപിച്ചേക്കാം. അപ്പം വിധിപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അതുകൊണ്ടും കുഴപ്പമുണ്ടാവും. അപ്പം അദ്ദേഹം ചിന്താകുലനായി. രാജഗൃഹത്തിലേക്ക് എങ്ങനെയാണ് കടക്കേണ്ടത് എന്ന് യോഗസ്ഥനായി ആലോചിച്ചു. അദ്ദേഹവും ധ്യാനനിരതനായിട്ട് ആലോചിച്ചു. വിപ്രശാപത്താൽ കൊല്ലപ്പെട്ടവനും മൂഢനും വിപ്രനെ ദ്രോഹിച്ചവനും ഷഠനും പാപം ചെയ്തവനുമായ ഈ രാജാവിനെ എങ്ങനെയാണ് കബളിപ്പിക്കുക? ഇപ്പം കൊല്ലേണ്ട ആളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ധാരണ ഇവിടെ എന്താ? വിപ്രശാപത്താൽ കൊല്ലപ്പെട്ടവനും, താൻ കടിച്ചിട്ടല്ല അയാളും മരിക്കാൻ പോണത്, വിപ്രശാപമാണ് അയാളുടെ കൊലയ്ക്ക് കാരണം. വിപ്രശാപത്താൽ കൊല്ലപ്പെട്ടവനും മൂഢനും. എന്താ മൂഢത്വം? ഈ ഇരിക്കുന്ന സമയം കൊണ്ട് അവിടെ പോയി ക്ഷമ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു പക്ഷെ രക്ഷപ്പെടുമായിരുന്നു. അതിന് തുനിഞ്ഞില്ല. അതിന് പകരം നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ ഈ സേവകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട് പോയി പറഞ്ഞു വല്ല കാര്യമുണ്ടോ? മൂഢനും വിപ്രനെ ദ്രോഹിച്ചവനും, തപസ് ചെയ്ത് സമാധിസ്ഥനായ ഒരു മുനികുമാരൻ്റെ കഴുത്തിൽ പാമ്പിട്ടവനാണ്. ഷഠനും പാപം ചെയ്തവനും. അഭിമന്യുവിൻ്റെ പുത്രനെ പറ്റിയാണ് ഈ പറയണത്. പരീക്ഷിത്ത് മഹാരാജാവിനെ പറ്റിയാണ് ഈ പറയണത്. സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ രക്ഷിക്കപ്പെട്ട മഹാത്മാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിനെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പാപം ചെയ്തവനുമായ ഈ രാജാവിനെ എങ്ങനെയാണ് കബളിപ്പിക്കുക? പാണ്ഡവ വംശത്തിൽ ജനിച്ച ഒരുവനും ഇത്തരത്തിലുള്ളവൻ ആകുകയില്ല. താപസൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ടവനാണ് ഈ രാജാവ്. പ്രവർത്തിക്കാൻ ഒരാവേശം വരാനാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഈ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ ഒരു പക്ഷെ തക്ഷകന് പോലും ദംശിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ താൻ ദംശിക്കാൻ പോകുന്നയാളെ പറ്റിയിട്ട് പ്രേരണ നൽകുന്ന തക്ക രീതിയിലുള്ള ചിന്തകൾ ചിന്തിക്കണം. അതാണ് ഇവിടെ അദ്ദേഹം ചിന്തിക്കുന്നത്. പാണ്ഡവ വംശത്തിൽ ജനിച്ച ഒരുവനും ഇത്തരത്തിലുള്ളവനാകുകയില്ല. താപസൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ടവനാണ് ഈ രാജാവ്. ജീവനുള്ള പാമ്പിനെ അല്ലല്ലോ എടുത്തിട്ടത്, ചത്ത പാമ്പിനെ അല്ലേ. ചത്ത പാമ്പ് കടിക്കുകയല്ല. അപ്പം അത് ധരിക്കാമായിരുന്നു. അവിടെ ഇതൊന്നുമില്ല, ഈ ചിന്തകളൊന്നുമില്ല. നമുക്ക് വികാരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ചിന്തകളൊന്നും കൃത്യമായിട്ട് വരികയില്ല. അപ്പം ഇദ്ദേഹം കൊത്താനുള്ള
കാരണങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. നിന്ദ്യമായ കർമ്മം ചെയ്തിട്ട് തൻ്റെ കാലമെടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഭവനത്തിന് കാവൽക്കാരെയും ഏർപ്പെടുത്തി മാളികയിൽ പാർപ്പാക്കിയ രാജാവ് ഒരു ദുഃഖവുമില്ലാതെ ഇപ്പോൾ കഴിയുന്നു. മൃത്യുവിനെ വഞ്ചിക്കുന്നു. ഈ രാജാവിനെ വിപ്രവാക്യമനുസരിച്ച് എങ്ങനെയാണ് ദംശിക്കുക? അദ്ദേഹം തക്ഷകൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് അതിനകത്ത് കയറിക്കൂടാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞു കാറ്റിന് പോലും അകത്ത് കടക്കാൻ പറ്റില്ല, വാതിൽക്കൽ വെച്ച് തടയപ്പെടും. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, നിന്ദ്യമായ കർമ്മം ചെയ്തിട്ട് തൻ്റെ കാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഭവനത്തിൽ കാവൽക്കാരെയും ഏർപ്പെടുത്തി. നമ്മളാണെങ്കിൽ വെന്റിലേറ്ററിൽ കയറിയനെ. അന്നത്തെ വെന്റിലേറ്റർ ആയിരുന്നിരിക്കും ആ 7 നിലയുള്ള മാളികയും കാവൽക്കാരും ആനകളുമൊക്കെ. ഇന്നാണെങ്കിൽ വെന്റിലേറ്ററിൽ കയറി വായും തുറന്നുള്ള ട്യൂബ് മുഴുവൻ ഉള്ള ദ്വാരത്തിലൂടെ എല്ലാം അകത്തേക്ക് കയറ്റി. ഇനിയും ഉള്ള ദ്വാരത്തിലൂടെ ട്യൂബ് അകത്തേക്ക് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ ഒരു കുഴിയും കുഴിച്ച് അതിലൂടെ കയറ്റി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക. ഏകദേശം അതേപോലെയാണ് ഈ പരീക്ഷിത്ത് മഹാരാജാവും. കാവൽക്കാരെയും ഏർപ്പെടുത്തി മാളികയിൽ പാർപ്പാക്കിയ രാജാവ് ഒരു ദുഃഖവുമില്ലാതെ ഇപ്പോൾ കഴിയുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന ആൾക്ക് അതും പറയാൻ പറ്റില്ല, ദുഃഖമില്ലാതെ കഴിയുന്നു എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയൊക്കെ സമാനമാണ്. മൃത്യുവിനെ വഞ്ചിക്കുന്നു. ഈ രാജാവിനെ വിപ്രവാക്യമനുസരിച്ച് എങ്ങനെയാണ് ദംശിക്കുക? ആ ബുദ്ധികെട്ട രാജാവ് അറിയുന്നില്ല. പരീക്ഷിത് മഹാരാജാവിനെയാണ് ഈ പറയുന്നത്. ആ ബുദ്ധികെട്ട രാജാവ് അറിയുന്നില്ല മരണം അനിവാര്യമാണ് എന്ന്. അത് പരീക്ഷിത് മഹാരാജാവ് മാത്രമൊന്നുമല്ല, ഞാനും നിങ്ങളും അറിയുന്നില്ല. ഞാനും നിങ്ങളും വാസ്തവത്തിൽ അറിയുന്നില്ല. എന്താ കാരണം? നമ്മുടെ പ്രവൃത്തികൾ അത് കാണിക്കുന്നു. എങ്ങനെയാണത് അറിയുന്നത്? അതറിയുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മളുടെ പ്രവൃത്തികളിലൂടെ. നമ്മുടെ പ്രവൃത്തികൾ അത് കാണിക്കുന്നു. അതായത് മരണം അനിവാര്യമാണ് എന്ന ധാരണ നമുക്കില്ല എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികൾ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം കാവൽക്കാരെ ഏർപ്പെടുത്തിയിട്ട് മാളികയിൽ കയറി സുഖമായി കഴിയുന്നു. അമിത തേജസ്സായ ദൈവത്താൽ വിധിക്കപ്പെട്ടിരിക്കുന്നതാണ് മൃത്യുവെങ്കിൽ കോടിക്കണക്കിന് പ്രയത്നം ചെയ്താലും അതെങ്ങനെ മാറ്റാൻ കഴിയും? പ്രധാനപ്പെട്ട മറ്റൊരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാസഭഗവാൻ തരുന്നത്. അമിത തേജസ്സായ ഈശ്വരനാൽ വിധിക്കപ്പെട്ടിരിക്കുന്നതാണ് മൃത്യുവെങ്കിൽ കോടിക്കണക്കിന് പ്രയത്നം ചെയ്താലും അത് എങ്ങനെ മാറ്റാൻ കഴിയും? മാറ്റാൻ കഴിയില്ല എന്നർത്ഥം. മരിക്കേണ്ട സമയത്ത് മരിച്ചേ മതിയാവുകയുള്ളൂ. അതിന് മുമ്പും മരിക്കുകയില്ല, ആ സമയം കഴിഞ്ഞ് ജീവിച്ചിരിക്കുകയും ഇല്ല. പാണ്ഡവരുടെ അനന്തരാവകാശിയായ ഈ രാജാവ് മൃത്യു ആസന്നമായിരിക്കുന്നെന്നറിഞ്ഞിട്ടും ജീവിക്കണമെന്നുറച്ച് ഒരു കുലുക്കവുമില്ലാതെ സ്വസ്ഥാനത്തിരിക്കുന്നു. നമ്മളെപ്പോലെ. അപ്പോൾ ഈ പരീക്ഷിത്ത് മഹാരാജാവ് ഞാനും നിങ്ങളുമാണ്. നമ്മളെപ്പറ്റിയാണ് ഈ പറയണത്. പാണ്ഡവരുടെ അനന്തരാവകാശിയായ ഈ രാജാവ് മൃത്യു ആസന്നമായിരിക്കുന്നെന്നറിഞ്ഞിട്ടും ജീവിക്കണമെന്നുറച്ചൊരു കുലുക്കവുമില്ലാതെ സ്വസ്ഥാനത്ത് കഴിയുന്നു. ഏതു വിധത്തിലും ദാനപുണ്യാദികൾ ചെയ്യുകയാണ് രാജാവിൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം. ധർമ്മം കൊണ്ട് വ്യാധി ഇല്ലാതാക്കാം, അതുമൂലം ആയുസ്സും ശാശ്വതമായി തീരും. അല്ലെങ്കിൽ മൃത്യുകാലത്ത് ചെയ്യേണ്ട സ്നാനം, ദാനം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്തിട്ട് മരിച്ചാൽ സ്വർഗം ലഭിക്കും. മറിച്ചായാൽ നരകമായിരിക്കും ഫലം. തക്ഷകൻ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുക. മരണം ആസന്നമായി നിൽക്കുന്ന സമയത്ത് ഏതു വിധത്തിലും ദാനപുണ്യാദികൾ ചെയ്യുകയാണ് രാജാവിൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം. നമ്മുടേതും എപ്പോഴാ മരിക്കാൻ പോണത് എന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. എപ്പം വേണമെങ്കിലും മരിക്കാം. അപ്പം നമ്മൾ ഓരോരുത്തരും ആസന്ന മരണരാണ്. അപ്പം എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യണം, ദാന പുണ്യാദികൾ ചെയ്യണം, ധർമ്മം പ്രവർത്തിക്കണം, ശരി എന്ന് തോന്നുന്നത് ചെയ്യണം. ധർമ്മം കൊണ്ട് വ്യാധി ഇല്ലാതാക്കാം, ധർമ്മം കൊണ്ട് രോഗത്തെ ഇല്ലാണ്ടാക്കാം, അതുമൂലം ആയുസ്സും ശാശ്വതമായി തീരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മൃത്യുകാലത്ത് മരണമെടുത്തിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ക്രിയകളുണ്ട്. സ്നാനം, ദാനം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്തിട്ട് മരിച്ചാൽ സ്വർഗം ലഭിക്കും, മറിച്ചായാൽ നരകമായിരിക്കും ഫലം. ഈ രാജാവിന് മുനിയെ ദ്രോഹിച്ചതുകൊണ്ടുള്ള പാപം പ്രത്യേകിച്ചുണ്ട്.
വിപ്രകുമാരൻ്റെ ശാപവും ഉണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടത് ഒരു പാപമാണ്. മറ്റൊന്ന് വിപ്രകുമാരൻ്റെ ശാപവുമുണ്ട്. മൃത്യു അടുത്തെത്തുകയും ചെയ്തിരിക്കുന്നു, മരണം അടുത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഇദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങൾ ഉപദേശിക്കാൻ കഴിവുള്ള ഒരു ബ്രാഹ്മണൻ പോലും അടുത്തില്ല. അതാണ് അത്ഭുതം. ഒരു മഹാരാജാവിന് നല്ല ഉപദേശകരുണ്ടാവും, ഇവിടെ അതുമില്ല. ഏതു വിധത്തിലും വിധി നിശ്ചയിച്ചിട്ടുള്ള മൃത്യു അനിവാര്യമാണ്. അതുകൊണ്ടായിരിക്കാം കൃത്യമായിട്ട് ഉപദേശിക്കുന്നവരുടെ അഭാവമുണ്ടായത്. കാരണം ഏതു വിധത്തിലും വിധി നിശ്ചയിച്ചിട്ടുള്ള മൃത്യു അനിവാര്യമാണ്. ഇങ്ങനെ വിചാരിച്ചിട്ട് തൻ്റെ സമീപം നിന്ന നല്ല സർപ്പങ്ങളെ താപസവേഷം ധരിപ്പിച്ച് ആ തക്ഷകൻ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഈ തക്ഷകൻ അതിൻ്റെ കൂടെ കുറച്ച് സർപ്പങ്ങൾ അകമ്പടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെ, ആ നല്ല സർപ്പങ്ങളെ താപസവേഷം ധരിപ്പിച്ച്, ഇവരൊക്കെ ഇഷ്ടമുള്ള വേഷം ധരിക്കുവാൻ കഴിവുള്ളവരാണ്, അവരെ താപസ വേഷം ധരിപ്പിച്ച് ആ തക്ഷകൻ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. രാജാവിന് നൽകാനായി ഫലമൂലാദികൾ അവർ ഏർപ്പെടുത്തിയിരുന്നു. ഒരു പഴത്തിനുള്ളിൽ തക്ഷകൻ കീടരൂപത്തിൽ സ്വയം ഒളിച്ചിരുന്നു. തൻ്റെ കൂടെയുള്ള സർപ്പങ്ങളെ വേഷം കെട്ടിച്ചിട്ട്, അപ്പോൾ താപസന്മാർ അകത്തു പോയാൽ ചെക്കിങ് കുറവായിരിക്കും. ഇന്നും അതുകൊണ്ട് പലരും താപസവേഷം ധരിച്ച് പലയിടത്തും കയറി ഇറങ്ങുന്ന പതിവുണ്ട്. അന്നും ഇന്നുമൊക്കെ സമൂഹം ഒരേപോലെയാണ് കാണുന്നത്. താപസന്മാരെ താപസവേഷം ധരിപ്പിച്ച് രാജസന്നിധിയിലേക്ക് പറഞ്ഞു വെച്ചു. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് പോകുമ്പം, ഈശ്വരൻ്റെ അടുത്ത് പോകുമ്പോൾ, കുട്ടികളെ കാണാൻ പോകുമ്പം വെറും കൈയോട് പോകാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ഫലമൂലാദികൾ കയ്യിൽ കരുതണം. അങ്ങനെ രാജാവിന് നൽകാനായി ഫലമൂലാദികൾ അവർ ഏർപ്പെടുത്തിയിരുന്നു. ഒരു പഴത്തിനുള്ളിൽ തക്ഷകൻ കീടരൂപത്തിൽ സ്വയം ഒളിച്ചിരുന്നു. ഫലങ്ങൾ എടുത്തുകൊണ്ട് ആ നാഗങ്ങളെല്ലാം വേഗം പുറപ്പെട്ടു. അവർ രാജകൊട്ടാരത്തിലെത്തി മാളികയ്ക്കടുത്ത് നിൽപ്പായി. കാവൽക്കാരൻ താപസന്മാരെ കണ്ടിട്ട് ചോദിച്ചു അവരുടെ ആഗ്രഹം എന്താണ് എന്ന്. അങ്ങനെ താപസന്മാരെ കണ്ടാൽ ബഹുമാനത്തോടു കൂടി ചോദിക്കണം, അവരെ ബഹുമാനത്തോടു കൂടി അവരോട് പെരുമാറണം. അവർ പറഞ്ഞു, ഞങ്ങൾ രാജാവിനെ സന്ദർശിക്കാൻ തപോവനത്തിൽ നിന്ന് വന്നവരാണ്. വീരനും വംശത്തിന് സൂര്യനും കാഴ്ചയ്ക്ക് അഴകുള്ളവനും അഭിമന്യുവിൻ്റെ പുത്രനുമായ പരീക്ഷിത്തിനെ അഥർവമന്ത്രങ്ങൾ കൊണ്ട് വാഴ്ത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വീരനും, നേരത്തെ തക്ഷകൻ ഇദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചതും കൂടി ഇവിടെ കൂട്ടി വായിക്കണം. വീരനും വംശത്തിന് സൂര്യനും കാഴ്ചയ്ക്ക് അഴകുള്ളവനും അഭിമന്യുവിൻ്റെ പുത്രനുമായ പരീക്ഷിത്തിനെ അഥർവമന്ത്രങ്ങൾ കൊണ്ട് വാഴ്ത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദർശനത്തിന് വേണ്ടി മുനിമാർ വന്നിരിക്കുന്ന വിവരം രാജാവിനെ അറിയിക്കുക. അഭിഷേകം ചെയ്ത് തേൻ കിനിയുന്ന പഴങ്ങളും നൽകിയിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം. അഥർവ മന്ത്രം കൊണ്ട് അഭിഷേകമൊക്കെ ചെയ്തിട്ട് തേൻ കിനിയുന്ന നല്ല മധുരമുള്ള പഴങ്ങളും കൊടുത്തിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം. ഭരതകുലത്തിൽ ഒരിടത്തും ഇങ്ങനെ ദ്വാരപാലകന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ല. താപസന്മാർക്ക് രാജസന്ദർശനം സാധ്യമല്ലാതെ വന്നതായി കേട്ടിട്ടുമില്ല. താപസന്മാർ തുടർന്ന് പറയുക, ഭരതകുലത്തിൽ ഇങ്ങനെയൊരു പതിവ് ഇതിന് മുമ്പുണ്ടായിട്ടില്ല. താപസന്മാർ വരുമ്പോൾ ദ്വാരപാലകന്മാരവരെ തടഞ്ഞു നിർത്തുക. എന്നിട്ട് അങ്ങനെ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, താപസന്മാർക്ക് രാജദർശനം സാധ്യമല്ലാതെ വന്നിട്ടുള്ളൊരു കാര്യവും ഇതുവരെ കേട്ടിട്ടില്ല. പരീക്ഷിത്ത് മഹാരാജാവ് ഇരിക്കുന്നിടത്ത് കയറി ചെന്ന് ആശിസ്സുകൾ കൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തിയിട്ട് ആജ്ഞയും വാങ്ങി ഞങ്ങൾ പോയിക്കൊള്ളാം. ഞങ്ങളുടെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അദ്ദേഹത്തെ ഒന്ന് കാണുക, അഥർവമന്ത്രമൊക്കെ ജപിച്ച് ഒരു കുടം വെള്ളം അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിക്കുക, കുറച്ച് പഴങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുക, ഞങ്ങൾ തിരിച്ചു പോവുക. സൂത ഉവാച, സൂതൻ തുടർന്ന് പറയുകയാണ്, ഇങ്ങനെ ആ താപസന്മാർ പറഞ്ഞത് കേട്ട് കാവൽക്കാർ അവർ മുനിമാരാണെന്ന് കരുതി രാജകൽപ്പന അറിയിച്ചു. ഇന്ന് നിങ്ങൾക്ക് രാജസന്ദർശനം സാധ്യമാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇന്ന് വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യല്ല, 7ാമത്തെ ദിവസമാണേ. ഇന്ന് ഒരു കാരണവശാലും ആരെയും കയറ്റുകയല്ല, സ്ട്രിക്റ്റ് ഓർഡേഴ്സാണ്. നാളെ നിങ്ങളെല്ലാവരും കൂടി രാജകൊട്ടാരത്തിലേക്ക് വരിൻ, നാളെ നിങ്ങൾക്ക് ഒക്കെ ചെയ്യാം. ഇന്ന്
ഒരു രക്ഷയില്ല, ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഇന്നാണ് D-Day, അതുകൊണ്ട് ഇന്ന് ഒരാളെയും കയറ്റുകയില്ല. മുനിമാരായ നിങ്ങൾക്ക് മാളികയിലേക്ക് പ്രവേശനമില്ല. വിപ്രശാപം ഭയപ്പെട്ട് രാജാവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുകയാണെന്ന് തീർച്ച. രാജാവിൻ്റെ ഓർഡറാണിത്. അപ്പോൾ മുനിമാർ കാവൽക്കാരോട് പറഞ്ഞു, കാവൽക്കാരെ, ഞങ്ങൾ രാജാവിനു വേണ്ടി കൊണ്ടുവന്ന ഫലമൂല ജലാദികളും രാജാവിന് നൽകേണ്ട ആശിസ്സും നിങ്ങൾ സ്വീകരിച്ച് നൽകിയാലും. ഇവർ അവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. കണ്ടേ തീരൂ, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടേ പോകൂ എന്നൊന്നും അവരവിടെ മുദ്രാവാക്യം വിളിച്ച് ബഹളമൊന്നും വെച്ചില്ല. അത് അവർ സാത്വിക വേഷത്തിലാണല്ലോ അവിടെ ചെന്നേ. അപ്പോൾ അവർ പറഞ്ഞു, കാവൽക്കാരെ, ഞങ്ങൾ രാജാവിന് വേണ്ടി കൊണ്ടുവന്ന ഫലമൂല ജലാദികളും രാജാവിന് നൽകേണ്ട ആശിസ്സും നിങ്ങൾ സ്വീകരിച്ച് നൽകിയാലും, കൊണ്ടു കൊടുത്താലും മതി. അവർ ചെന്നു. താപസജനങ്ങൾ സന്ദർശിക്കാൻ കാത്തു നിൽക്കുന്നതായി രാജാവിനോട് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, അവർ കൊണ്ടുവരുന്ന ഫലമൂലാദികൾ കൊണ്ടുവരിൻ. താപസന്മാരോട് നാളെ രാവിലെ വീണ്ടും വരാൻ പറയുക. അവരെ എൻ്റെ നമസ്കാരവും അറിയിക്കണം. ഇന്നിനി സന്ദർശനം സാധ്യമല്ലെന്നും അവരോട് പറയണം. ഇത് ചെന്ന് വിവരമൊക്കെ അവിടെ ചെന്ന് പറഞ്ഞു അവരുടെ ആശിസ്സും അവർ കൊണ്ടുവന്ന ഫലമൂല ജലാദികളും ഒക്കെ കൊണ്ടുവരൂ. എന്നിട്ട് എൻ്റെ നമസ്കാരം അവരെ അറിയിക്കൂ. അവരോട് പറയൂ, ഇന്നൊരു രക്ഷയില്ല, ആരെയും കാണാൻ പറ്റില്ല, നാളെയേ കാണാൻ പറ്റുള്ളൂ, നാളെ നിങ്ങൾ എന്തായാലും വരണം. അപ്പം ഇത് കേട്ടു. ഇത് അവരോട് പോയി പറഞ്ഞു. അവർ കേട്ടു. അവർ പോയി ഫലമൂലാദികളെല്ലാം എടുത്തുകൊണ്ടുവന്ന് ബഹുമാന പുരസരം രാജാവിന് സമർപ്പിച്ചു. മുനിവേഷധാരികളായ ആ നാഗങ്ങളെല്ലാം പോയിക്കഴിഞ്ഞപ്പോൾ രാജാവ് ഫലങ്ങളെടുത്ത് സജീവന്മാരോട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പം തക്ഷകൻ ഒരു കീടമായിട്ട് ഈ പഴത്തിൻ്റെ കൂട്ടത്തിലൊരു പഴത്തിനകത്ത് ഇരിക്കുക, തക്കം കാത്ത്. അപ്പം മുനിവേഷധാരികളായ നാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ രാജാവ് ഫലങ്ങൾ എടുത്തുകൊണ്ട് സജീവന്മാരോട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഈ ഫലങ്ങൾ ഭക്ഷിക്കിൻ. മുനിമാർ കൊണ്ടുവന്ന ഈ വലിയ ഫലങ്ങളിൽ ഒന്ന് ഞാനും ഭക്ഷിക്കാം. അവിടെ കൂടിയിരിക്കുന്ന മന്ത്രിമാരോടൊക്കെ പറഞ്ഞു, ഇത് നമുക്ക് ഷെയർ ചെയ്തെടുക്കാം, ഇതിൽ നിന്നൊന്ന് ഞാനും എടുക്കാം, ബാക്കി നിങ്ങളും എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ട് ഉത്തരാപുത്രനായ പരീക്ഷിത്ത് സുഹൃത്തുക്കൾക്ക് ഫലങ്ങൾ കൊടുത്തു. പഴുത്ത പാകമായ ഒന്നെടുത്ത് കയ്യിൽ വെച്ച് രാജാവ് സ്വയം മുറിച്ചു. വരേണ്ടത് വഴിയിൽ തങ്ങില്ല. കൃത്യമായിട്ട് തക്ഷകനുള്ള പഴം തന്നെ ആയിരിക്കണം ഇദ്ദേഹം എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഈ വരേണ്ടതൊന്നും വഴിയിൽ തങ്ങില്ല എന്നുള്ള ചൊല്ലുണ്ടായിട്ടുണ്ടാവുക. ഇതിലേതെങ്കിലും ആ പഴം മറ്റേതെങ്കിലും ഒരാൾ എടുത്തിരുന്നുവെങ്കിൽ തക്ഷകന് തൻ്റെ ഉദ്ദേശം നിവർത്തിക്കാൻ സാധിക്കാതെ പോയേനെ. പക്ഷെ അങ്ങനെയല്ല, ഇത് സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉത്തരാപുത്രനായ പരീക്ഷിത്ത് സുഹൃത്തുക്കൾക്ക് ഫലങ്ങൾ കൊടുത്തു. പഴുത്ത പാകമായ ഒന്നെടുത്ത് കയ്യിൽ വെച്ച് രാജാവ് സ്വയം മുറിച്ചു. മുറിച്ച പഴത്തിനുള്ളിൽ അണുവോളം വരുന്ന ഒരു കൃമിയുണ്ടായിരുന്നു. കറുത്ത കണ്ണും ചുമന്ന നിറവുമുള്ള അതിനെ രാജാവ് കണ്ടു. ആ സൂക്ഷ്മമായ കീടത്തെ പോലും വ്യാസഭഗവാൻ വർണ്ണിച്ചിരിക്കുകയാണ്. കറുത്ത കണ്ണും ചുമന്ന നിറവുമുള്ള ഒരു കൃമി. അതിനെ രാജാവ് കണ്ടു. അതിനെ കണ്ടിട്ട് രാജാവ് വിസ്മയിച്ചു, അന്തം വിട്ടു. സജീവന്മാരോട് പറഞ്ഞു, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു, എനിക്കിനിയും വിഷഭീതിയില്ല. അസ്തമിക്കാൻ അങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ, അസ്തമിച്ചിട്ടില്ല. അസ്തമിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഓവർ കോൺഫിഡൻ്റ് ആവുകയാണ്. ഈ ലാസ്റ്റ് മൊമെൻ്റ് ആവുമ്പോഴത്തേക്കും കോൺഫിഡൻസ് അങ്ങ് കൂടും. ആ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളാണ് പലപ്പോഴും അപകടത്തിലെത്തിക്കുക. ക്ഷമ അവിടെ എത്തുമ്പോൾ പതുക്കെ കുറയും. ഓവർ കോൺഫിഡൻ്റ് ആവുകയാണ്. രാജാവ് പറയുകയാണ്, സജീവന്മാരോട് പറഞ്ഞു, ഈ കൃമിയെ കണ്ടിട്ട്, കറുത്ത കണ്ണും ചുവന്ന നിറവുമുള്ള ഒരു കൃമിയെ കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു, എനിക്കിനി വിഷഭീതിയില്ല. ആ മുനികുമാരൻ്റെ ശാപം ഞാൻ അംഗീകരിക്കുന്നു. ഈ കൃമി എന്നെ കടിച്ചു കൊള്ളട്ടെ, ഒരാവശ്യമില്ല. പക്ഷേ ഓവർ കോൺഫിഡൻ്റ് ആയാൽ, തൻ്റെ കഴിവിൽ അമിത വിശ്വാസം വന്നാൽ, വിധിയെ തോൽപ്പിക്കുവാൻ തൻ്റെ കഴിവ് കൊണ്ട് സാധിക്കും എന്ന് വന്നാൽ,
ആ മനോഭാവം നാശത്തിന് കാരണമായിത്തീരും. മുനികുമാരൻ്റെ ശാപം ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ 7 നിലയുള്ള കെട്ടിടമൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് പണിത് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ചുറ്റും കാറ്റ് പോലും കടക്കാത്ത രീതിയിലൊക്കെ ആക്കിയിരിക്കുന്നത്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അസ്തമിച്ചിട്ടില്ല. അസ്തമിക്കുമ്പോഴേ ആ ദിവസം കഴിയുന്നുള്ളൂ. പക്ഷെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. എനിക്കിനി വിഷഭീതിയില്ല. ആ മുനികുമാരൻ്റെ ശാപം ഞാൻ അംഗീകരിക്കുന്നു. ഈ കൃമി എന്നെ കടിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ആ കൃമിയെ തൻ്റെ കഴുത്തിലെടുത്തു വച്ചു. ഒരാവശ്യവുമില്ല. ആ പഴം അങ്ങോട്ട് മാറ്റി വെച്ച് വേറൊരു പഴം എടുത്താൽ മതിയായിരുന്നു. അത് തോന്നിയില്ല. ആദിത്യൻ അസ്തമിക്കേ കഴുത്തിലെടുത്തു വെച്ച കൃമി കാലരൂപിയും ഭയാനകനുമായ തക്ഷകനായി മാറി. സൂര്യൻ അങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുക. അസ്തമിച്ചിട്ടില്ല. അദ്ദേഹം ആ കടലിലേക്ക് അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്തത്. ഈ കഴുത്തിലെടുത്തു വെച്ച കറുത്ത കണ്ണും ചുവന്ന നിറവുമുള്ള കൃമി കാലരൂപിയും ഭയാനകനുമായ തക്ഷകനായി മാറി. ആ സർപ്പം രാജാവിനെ ചുറ്റി ദംശിച്ചു. മന്ത്രിമാരെല്ലാം അത്ഭുതപ്പെട്ടു, അത്യധികം ദുഃഖിതരായി വിലപിച്ചു. ഘോരാകാരം പൂണ്ട ആ സർപ്പത്തെ കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടി. ഭീകര രൂപമാണ് ഇദ്ദേഹത്തിന്. അനവധി തലകളോടുകൂടി അതിഭീകരമാണ് തക്ഷകൻ. അഷ്ടനാഗങ്ങളിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത നമ്പർ ഓഫ് തലകളുണ്ട്. അപ്പോൾ അതിൽ തക്ഷകൻ്റെ തലകളും എല്ലാം കൂടി കണ്ടപ്പോൾ അതിഭീകര രൂപിയാണ് ഇദ്ദേഹം. ഘോരാകാരം പൂണ്ട ആ സർപ്പത്തെ കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടി. കാവൽക്കാരെല്ലാം വാവിട്ട് കരഞ്ഞു. വലിയ കരച്ചിൽ കൊണ്ട് അവിടെ ബഹളമായി. സുഖമായി കഴിഞ്ഞിരുന്ന രാജാവ് വസിച്ച സ്ഥലം അസുഖമായി. നിമിഷ നേരം കൊണ്ട് പാമ്പിൻ്റെ ഉടൽ കൊണ്ട് ചുറ്റപ്പെട്ട് പൗരുഷം തീരെ നശിച്ച പരീക്ഷിത്ത് മഹാരാജാവ് ഒന്നും പറഞ്ഞില്ല, അനങ്ങിയുമില്ല. വിഷത്തിൽ നിന്നുണ്ടായ ഘോരമായ തീനാളം തക്ഷകൻ്റെ മുഖത്ത് നിന്ന് ഉദ്ഭവിച്ചു. അത് വേഗം ആളിക്കത്തി രാജാവിനെ കൊന്നു. രാജാവിൻ്റെ ജീവൻ ഒടുക്കിയിട്ട് തക്ഷകൻ ആകാശമാർഗത്തിലെത്തി. ജഗത്തിനെ ആകെ ദഹിപ്പിക്കുന്ന ആ തക്ഷകനെ ജനങ്ങളെല്ലാം കണ്ടു. ആ രാജാവ് പ്രാണൻ പോയി കരിഞ്ഞ മരം പോലെ താഴെ വീണു. രാജാവ് മരിച്ചതറിഞ്ഞ് ജനങ്ങളെല്ലാം വാവിട്ട് കരഞ്ഞു. അപ്പോൾ വിധിയെ തടുക്കാൻ ഒന്നിനും കഴിയില്ല. ഒരാവശ്യമില്ലായിരുന്നു ഈ ലാസ്റ്റ് ഡയലോഗുകൾ അടിക്കേണ്ടത്. അത് ഓവർ കോൺഫിഡൻസിൽ നിന്ന് വന്നതാണ്. കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ വിധി വാതിക്കൽ വന്ന് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എടുത്ത് കഴുത്തി വെച്ച് വീരവാദമൊക്കെ മുഴക്കിയപ്പം അത് ഗംഭീരമായ ഘോരാകാരമായ പാമ്പായി സർപ്പമായി തീർന്ന അതിനെ കണ്ടാൽ തന്നെ കൊത്തൊന്നും വേണ്ട ഈ സാധനം. ഇതെങ്ങാനും നേരിട്ട് കണ്ട മാത്രയിൽ സകല പ്രാണങ്ങളും സകല ദ്വാരങ്ങളിലൂടെയും പോകും. അത്ര ഘോരാകാരാണ് അത്. ഈ രാജാവിനെ അങ്ങനെ ചുറ്റി. രാജാവ് അന്തം വിട്ടുപോയിട്ടുണ്ടാവും. കാരണം താൻ വിപ്രശാപത്തെ ജയിച്ചു എന്ന് കരുതിയ മൊമെൻറ്റിലാണ് അദ്ദേഹത്തിന് ഇത് സംഭവിക്കുന്നത്. അദ്ദേഹം സ്തബ്ധനായി പോയിട്ടുണ്ടാകാം. അദ്ദേഹത്തിനെ വരിഞ്ഞു കെട്ടി അദ്ദേഹത്തിൻ്റെ പൗരുഷം തീരെ നശിച്ചു. ഇനി രക്ഷപ്പെടാൻ പറ്റുകയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറഞ്ഞുമില്ല, പറയാൻ പറ്റില്ല, അനങ്ങിയുമില്ല. അപ്പോൾ ഈ അനവധി മുഖങ്ങളുണ്ട്, അനവധി തലകളോടുകൂടിയ നാഗമാണ് തക്ഷകൻ. ആ തക്ഷകൻ്റെ മുഖങ്ങളിൽ നിന്നെല്ലാം വിഷം ചീറ്റാൻ തുടങ്ങി. അത് തീജ്വാല പോലെയായി തീർന്ന് ആ ഘോരമായ തീനാളം, തക്ഷൻ്റെ മുഖത്തു നിന്ന് ഉദ്ഭവിച്ച തീനാളം ആളിക്കത്തി രാജാവിനെ കൊന്നു. ഏതുപോലെ നേരത്തെ കശ്യപ ബ്രാഹ്മണൻ്റെ കഴിവ് അളക്കാൻ ആൽമരത്തെ കൊത്തി ഭസ്മമാക്കിയതുപോലെ രാജാവിനെ കൊന്നു. രാജാവിൻ്റെ ജീവൻ ഒടുക്കിയിട്ട് തക്ഷകൻ ആകാശമാർഗത്തിലെത്തി. അദ്ദേഹം അവിടുന്ന് ആ ഘോര രൂപത്തിൽ, സൗമ്യരൂപമൊക്കെ വെടിഞ്ഞു, ആ ഘോര രൂപത്തിൽ ആകാശമാർഗത്തിലെത്തി. ജഗത്തിനെ ആകെ ദഹിപ്പിക്കുന്ന ആ തക്ഷകനെ ജനങ്ങളെല്ലാം കണ്ടു. ആ രാജാവ് പ്രാണൻ പോയി കരിഞ്ഞ മരം പോലെ താഴെ വീണു. രാജാവ് മരിച്ചതറിഞ്ഞ് ജനങ്ങളെല്ലാം വാവിട്ട് കരഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ
ദേവീ ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം തീരുകയാണ്. ഇതി ശ്രീ ദേവീ ഭാഗവതേ ദ്വിതീയ സ്കന്ധേ 10-മോധ്യായ.